ബേബിയിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ഉയർത്താൻ ശ്രമിക്കുന്ന ആശയങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന കാടിൻ്റെ രാഷ്ട്രീയം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ, എന്നാൽ അത് അങ്ങനെ അല്ലാതെ സട്ടിലായിട്ട് പറയുമ്പോഴും അതിനകത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. ബേബി ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു സാധനം എന്ന് പറയുന്നത്, അതിനകത്ത് ബേബിക്ക് ഇൻറ്റിമേറ്റ് സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടുന്ന അവസരത്തിൽ ആ ഇൻറ്റിമേറ്റ് സീൻ മുഴുവിച്ചില്ല. രഞ്ജൻ പ്രമോദാണ് സിനിമ ചെയ്തേക്കുന്നത്. ആ സീൻ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എഡിറ്റിങ്ങിൽ പോയെന്നാണ്. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും, ആ ക്യാരക്ടേഴ്സിന് രണ്ടുപേർക്കും കിട്ടുന്ന ഒരു അവസരമാണ് അവിടെ പോയിട്ട്, അതായത് വീട്ടുകാരുടെയൊക്കെ ഒരു ശല്യത്തിൽ നിന്ന് ഒഴിവാക്കി റൊമാൻസ് കാണിക്കാൻ പറ്റുന്ന. അത് കുറച്ചുകൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് കാണിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെ സിനിമയുടെ പരിമിതിയായിരിക്കും. ഇനി നമ്മൾ ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ടോ അവിടേക്ക് എത്താൻ? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അതിപ്പം 2-3 ഷോട്ടുകൾ കൂടിയൊക്കെ ആ ഏരിയയിൽ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡയറക്ടർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ലിമിറ്റേഷൻ കൊണ്ട് അത് വെക്കണ്ട എന്ന് രഞ്ജൻ പ്രമോദ് തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻ കൊണ്ടാണ് ആ ഷോട്ടുകൾ വെക്കാതിരുന്നതെന്നും എനിക്ക് തോന്നുന്നില്ല. അത് ആ സിനിമയ്ക്ക് മൊത്തത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആവശ്യമില്ല, അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, അതിൻ്റെ അവരുടെ ഒരു സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉള്ള ഷോട്ടുകൾ മതിയെന്ന് തോന്നിയിട്ടുണ്ടാവാം. ആഗ്രഹിച്ചു അതാണ് എൻ്റെ ഒരു വിഷയം. ഈ പടയെ കാണുന്ന സമയത്ത് പടം നല്ല രസമുള്ളൊരു പ്ലോട്ടാണ്. അതിനകത്ത് നിങ്ങളെല്ലാവരും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. വിനായകനും കുഞ്ചാക്കോവും ഒക്കെ നന്നായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് നടപ്പുകളും വൈറ്റ് ഷോട്ടൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് നടപ്പുകളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ് ഷോട്ടിൽ നിങ്ങളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നത്. രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ പടയിൽ ആ പ്ലോട്ടിൽ വരുന്ന ക്യാരക്ടേഴ്സ് പോലെ ദിലീഷ് ചേട്ടൻ്റെ ഒരു നല്ലൊരു വലിയ സിനിമയിൽ കാണണമെന്ന്, അതായത് ത്രൂ ഔട്ട് അങ്ങനെ ഒരു ലീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ പഴയ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രങ്ങളോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ സിനിമയിൽ കണ്ടിട്ടൊക്കെ ഉള്ളൊരു മോഹമാണെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ളൊരു ത്രൂ ഔട്ട് സിനിമയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ? എൻ്റെ ഒരു ആഗ്രഹം ചോദിച്ചു. എനിക്കിപ്പോൾ ആഗ്രഹത്തിനൊരു എനിക്കൊരു സന്തോഷത്തിനൊരു സാധനം വന്നാൽ മതി, നല്ലതായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറോ ഒരു സാധ്യതയുള്ള സിനിമയോ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനിപ്പോൾ അത്ര വലുതൊന്നും വേണമെന്നും എനിക്കില്ല. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പം നല്ലൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ചെറുതാണെങ്കിലും അതിലൊക്കെ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ചെറിയ ക്യാരക്ടർ ആയാലും ഞാൻ ചെയ്യുന്ന ആളാണ്. എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് ചെയ്യാൻ ഉണ്ടാവുമോ, ഒന്നെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ എന്തെങ്കിലും ഒന്ന് ആയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ല ക്യാരക്ടർ ഫുൾ ലെങ്ത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വിടുന്നതായിരിക്കില്ല. ഈ മഹേഷ് നാരായണൻ്റെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പല സ്റ്റൈലിലുള്ള ഫിലിം മേക്കിംഗ് ഉണ്ട്. അതിനകത്ത് ലോങ് ഷോട്ട്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഉള്ളിലൊരു ഡയറക്ടർ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ആ ലോങ് ഷോട്ടൊക്കെ കാണുന്ന സമയത്തും അതെങ്ങനെ മേക്ക് ചെയ്യാൻ ചെയ്യുന്ന സമയത്തൊക്കെ പങ്കെടുത്തിരുന്നോ? അതിൽ മാനസികമായി പങ്കെടുത്തോ? അത് ആർട്ടിസ്റ്റായിട്ട് മാത്രമാണ് നിന്നത്? അതിൻ്റെ ഒരു എക്സിക്യൂഷനിൽ 100% ആർട്ടിസ്റ്റായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. എനിക്ക് ആ ഒരു ഷോട്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ അതെങ്ങനെ സാധ്യമായിട്ട് എടുക്കും, എങ്ങനെ സ്റ്റിച്ച് ചെയ്യും എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നത് മഹേഷ് ആയതുകൊണ്ട് മഹേഷുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ആക്ടർ എന്ന നിലയിലല്ല, അല്ലാണ്ട് മഹേഷ് അതിനെക്കുറിച്ച് എന്നോട് ഷൂട്ടിന് മുമ്പേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ചുള്ള മഹേഷിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സീക്വൻസിനെ കുറിച്ച് മാത്രം, ഞാൻ പറഞ്ഞ ലോങ് ഷോട്ടിനെ കുറിച്ച് എന്നുള്ളതല്ലാതെ അതിൽ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. അതിനകത്ത് ആ മഹേഷ് ഇവിടെ നടക്കാൻ പറഞ്ഞു, ഇവിടെ കയറാൻ പറഞ്ഞു, അതനുസരിക്കുക എന്നുള്ളതാണ്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നടനായിട്ട് നിൽക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്കോ സജഷൻ വല്ലതും ചോദിച്ചാൽ എന്തായാലും എൻ്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആശങ്കകളുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ആശങ്കകൾ ഞാൻ ഡയറക്ടറെ ബോധിപ്പിക്കാറുണ്ട്. ആശങ്കകൾ പരിഹരിച്ച് തരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ആശങ്കയുണ്ട് എന്ന് ഞാൻ ഡയറക്ടറോട്, എനിക്ക് ആ ഫ്രീഡം തരുന്ന ഡയറക്ടറാണെങ്കിൽ ഞാൻ സൂചിപ്പിക്കാറുണ്ട്. എനിക്ക് തോന്നുന്ന ആശങ്ക ശരിയാണെന്ന് എനിക്കറിയില്ലായിരിക്കും. ഈ സിനിമയുടെ മൊത്തത്തിൽ കഥ കേട്ട് കഴിയുമ്പോഴും എനിക്ക് തോന്നുന്ന എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങനെ പറയാറുണ്ട്. അത് അങ്ങനെ സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്ന് മാത്രം. പിന്നെ എൻ്റെ ലൈൻസിൽ മാത്രം അല്ലെങ്കിൽ എൻ്റെ കൃത്യം ഞാൻ പെർഫോം ചെയ്യേണ്ട മൊമെൻറ്റുകളിൽ ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ചിലപ്പം കുറച്ചും കൂടെ റിക്വസ്റ്റ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആ ലൈൻ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ പറയാം. അങ്ങനെയുള്ള സജഷൻസൊക്കെ നമ്മുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ആ സിറ്റുവേഷനിൽ വരുന്ന ബേസിക് ഇംപ്രവൈസേഷൻസ് പറയുമായിരിക്കും. അത് പൊതുവെ അംഗീകരിക്കും, ചിലപ്പോൾ അംഗീകരിക്കില്ല, വേണ്ട മതി സംവിധാനമൊക്കെ വേറെ പടത്തിൽ അല്ല. പക്ഷെ ഒരു ഗ്രൂമർ കൂടെയാണല്ലോ, അപ്പൊ അതുകൊണ്ട് അല്ലല്ല ഉറപ്പായിട്ടും എല്ലാവരും അങ്ങനെ ഒരു ഫ്രീഡം എനിക്ക് തരാറുണ്ട് പൊതുവെ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അതിനെ വിലയിരുത്താറുണ്ട്. മിനിമം ഞാൻ പറയുന്നത്, ഞാനൊരു അഭിപ്രായം പറയുമ്പം പൊതുവെ സെറ്റുകളിൽ അഭിപ്രായത്തെ ഒന്ന് വിലയിരുത്താറെങ്കിലും ഉണ്ട്. അത് പരിഗണിക്കാതിന് ചിലപ്പോൾ പരിഗണിക്കാത്തതിന് അവരുടേതായ കാരണങ്ങളുണ്ടാവാം. പക്ഷെ എന്നാൽ എനിക്കത് അങ്ങനെയല്ല. പക്ഷേ നമുക്ക് തോന്നുന്നത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഡീപ്പായിട്ട് അതിലോട്ട് ഇറങ്ങുന്ന സ്വഭാവം എനിക്കില്ല. കാരണം
ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ കുറച്ച് പരുങ്ങലിലാണ് നിൽക്കുന്നത്. അപ്പം എന്നെ അതിന് പുറത്ത് നിന്ന് ജഡ്ജ് ചെയ്യാൻ മാത്രം ഞാൻ ധൈര്യമില്ല. ഇപ്പം ഞാനൊരു റീപ്ലൈ ചെയ്യുമ്പോൾ പോലും ഞാൻ അങ്ങനെ പോയി അനാവശ്യമായിട്ട് കാണാറില്ല. ഒരു ടേക്ക് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് മോണിറ്റർ നോക്കാറില്ല. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും എറർ പറ്റി എന്നൊക്കെ എനിക്ക് അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ട്, ഒരു ഡൗട്ട് അവിടെ പാളി ഇടയ്ക്ക് ഞാനൊന്ന് മിസ്സായി പോയല്ലോ മൈൻഡ്. അത് അപ്പം ഞാൻ ആ പോർഷൻ ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ടാലായി. അല്ലെങ്കിൽ ഞാൻ പൊതുവേ ഒരു ദിവസം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം അഭിനയിച്ച ഒരു ഷോട്ടൊക്കെ നോക്കിയാലായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കും. കാരണം അതെൻ്റെ ഒരു കോൺഫിഡൻസിനെ കളയണം. പിന്നെ ഒരു 3-4 ദിവസമൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ അത് സ്പോട്ട് എഡിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഞാൻ പറയും എല്ലാ സീൻസും കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് ഞാനൊന്ന് കാണും എൻ്റെ ക്യാരക്ടർ ഒരു സ്റ്റഡി ആയിട്ടാണോ പോകുന്നത് എന്നൊന്ന് വിലയിരുത്തും. അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് അങ്ങനെ വലുതായിട്ട് ഇടപെടാറില്ല. ഡയറക്ടറെ വിശ്വസിക്കുക, അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു എൻ്റെ ഒരു ബ്രെയിൻ വെച്ചിട്ട് ഞാൻ ആ കഥാപാത്രത്തെയും ഇതിനൊന്ന് അളക്കാൻ കഴിവതും ശ്രമിക്കാറില്ല. ഞാനിതിന് ഒരു ക്യാരക്ടറായിട്ട് പുള്ളിയുടെ നിർദ്ദേശത്തെ ഒരു ആക്ടറായിട്ട് ഫോളോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ അത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പുള്ളിയുടെ ക്യാരക്ടറും അല്ല എൻ്റെ ക്യാരക്ടറും അല്ല ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് പോയി നമ്മൾ വീഴും. ഈ മനസ്സാവാചയിൽ പുതിയ ഡയറക്ടറാണോ? കുറച്ചുകൂടെ സജഷൻസ് ചോദിക്കാനുള്ള സാധ്യത അങ്ങനെ എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ വലിയ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അധികം പേരുടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മേജർ അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ സമകാലികരോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉള്ളൂ. എനിക്കിപ്പോൾ ഒരു ആശങ്കയുണ്ടെന്ന് തോന്നിയാൽ അത് പറയാൻ ഫ്രീഡം ഉള്ള സിനിമകളിലൊക്കെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതൊരു പുതിയ ഡയറക്ടർ ആവണമെന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പം എല്ലാവരും അങ്ങനെ വെൽക്കമിങ് ആണ്. അത് ഞാനൊരു ഡയറക്ടറും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഫ്രീഡം. അല്ല എനിക്ക് ഇതിന്റെ ലൊക്കേഷനിൽ തോന്നി എന്താന്ന് വെച്ചാല് ദിലീഷ് ഭായി എന്തെങ്കിലും പറഞ്ഞാൽ ശ്രീകുമാർ പാനിക് ആവുമെന്ന് പേടിച്ചിട്ട് പോലെ ദിലീഷ് ആ ഏരിയയിലോട്ടേ വന്നിട്ടില്ല. അത് ശ്രീകുമാറിന്റെ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്തു പോയെന്നുള്ളേ ഉള്ളൂ. അതൊരു വലിയൊരു കോമൺ സെൻസ് ആണ്. അതായത് പുതിയ ഡയറക്ടേഴ്സിന് നമ്മൾ കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കണം, ബോധപൂർവ്വം കൊടുക്കണം. നമുക്ക് പിന്നെയും സീനിയർ ഡയറക്ടേഴ്സിനോടാണ് ധൈര്യമായിട്ട് പറയാൻ, കാരണം അത് അവരുടെ കോൺഫിഡൻസിനെ ഒന്നും ബാധിക്കത്തില്ല. ഞാൻ ആദ്യത്തെ ദിവസം ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഡയറക്ടർ തുടങ്ങുന്ന പടത്തിൽ ഫസ്റ്റ് ദിവസം തന്നെ ഉച്ചയാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് അത് അങ്ങനെയല്ലാന്ന് പറഞ്ഞാൽ അയാളുടെ കോൺഫിഡൻസ് അങ്ങനെയല്ല. അത് ഓരോ സിനിമ ഒരു ഡയറക്ടറുടെ കാഴ്ചയാണ്, അയാളുടെ മനസ്സിലാക്കലാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളും എല്ലാം. അതിനെ ഒരാളും കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ശരിയാവൂല. അതാണ് അതിന്റെ കറക്റ്റ്. നമുക്ക് എന്തെങ്കിലും ഓർമ്മപ്പെടുത്താനോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ പിക്ക് ചെയ്യേണ്ട ആൾ അദ്ദേഹമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ പ്രശാന്ത്, ശരിക്കും ഓപ്പറേഷൻ ജാവയ്ക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മധുരരാജയിലെ പാട്ടാണ്, മോഹമുന്തിരി പാറ്റിയ രാവ്. ആ പാട്ട് ശരിക്കും ഡിസ്കസ് ചെയ്തു, ഒരുപാട് ഡിസ്കഷൻസിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമന്റ്? അവരെന്തായിരുന്നു കളിയാക്കിയിരുന്നത്? കളിയാക്കാൻ ഒന്നുമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം അല്ല, ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടി. സണ്ണി ലിയോണിന്റെ കൂടെയാണ് ചെയ്യുന്നത് എന്നുള്ള പോപ്പുലാരിറ്റി ഉണ്ടല്ലോ. അതേ പറ്റിട്ട് എന്തെങ്കിലും തമാശ പറയും? എന്തോ കളിയാക്കിയതായിട്ട് എങ്ങനെ അത് എന്താന്നൊക്കെ പറഞ്ഞു. എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയും ഇങ്ങനെയൊക്കെ ഇരുന്ന് വർത്താനം പറയാൻ, തമാശ പറയാനും കളിയാക്കാനും ഇപ്പൊ അങ്ങനെ ആരും കളിയാക്കത്തില്ലല്ലോ. കാരണം ഒന്നെങ്കിൽ ബോഡി ഷെയ്മിങ് ആവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷെയ്മിങ് ആവും. അപ്പം ഈ കളിയാക്കിയാൽ ഇനി ഫീൽ ചെയ്യൂ, അങ്ങനെയൊക്കെയുള്ള തോന്നൽ വരുമല്ലോ. ഇവൻ വലിയ സിനിമാടനായല്ലോ. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാതെ കളിയാക്കുന്നതും വർത്തമാനം പറയാനായിട്ട് സുഹൃത്തുക്കളൊക്കെയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജോലിയായിട്ട് തെറിച്ചുപോയി. ഈ സമയത്തൊന്നും ആരും നമ്മുടെ കൂടെ ഇല്ല. അങ്ങനെ കളിയാക്കാനായിട്ട് അങ്ങനത്തെ സംസാരം ഭയങ്കര മിസ്സിംഗ് ആണ്. നമ്മളെ കളിയാക്കുന്നവര് നമുക്ക് ചുറ്റും വേണം, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആവൂല. നമ്മളെങ്ങനെ ഞാനിപ്പോ ഈ മുകേഷ് കഥകള് യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ ഓർക്കും, എന്റെ ദൈവമേ, ഇതൊക്കെ ഇതിന്റെയൊക്കെ അപ്പുറം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ ചിന്തിക്കാനേ പറ്റുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരും, അല്ലെങ്കിൽ പിണക്ക് വരും, ഉടക്ക് വരും. ആ ഒരു മൈൻഡ് സെറ്റ് പോയി. അത് ഞാൻ പറയുന്നത്, അത് അതിന് പറയാൻ ഫ്രീഡം ഉള്ള സൗഹൃദങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഒരു കുറവിനെ ഇപ്പൊ എന്നോടിപ്പം നേരെ നിനക്ക് ഒരാൾ രാവിലെ വന്നിട്ട് ഇരുന്നിട്ട് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് നമുക്ക് കൺസീവ് ചെയ്യുന്നതും, ഞാൻ അങ്ങനെ ചെയ്ത ഒരു ചെയ്തിനെ ഇവിടുന്ന് ചിരിച്ച എന്റെ പൊന്നളിയ എന്ന് പറയുമ്പം ഈ രണ്ട് സംഭവം നമ്മളെ സ്വാധീനിക്കുന്ന രണ്ട് രീതിയിലാണ്. ആ കളിയാക്കല് നമ്മളറിയാതെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നമുക്ക് ആ ഈഗോ ഇല്ലാതെ തന്നെ നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഞാൻ എപ്പോഴും കളിയാക്കുന്ന സുഹൃത്തുക്കളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്നുള്ളത് ഭയങ്കര അടിയുറച്ച് വിശ്വസിക്കും. അതോടൊപ്പം തന്നെ അത് മിസ്സാവുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏജിലുള്ള പലരും നമ്മളിൽ നിന്ന് അകന്നൊക്കെ പോകുന്നുണ്ട്. പുതിയ ആളുകൾ നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ ആ ഫ്രീഡം എടുക്കത്തില്ല. ഞാൻ ഈ ചില സെറ്റിലൊക്കെ പിള്ളേരൊക്കെ മാത്രമുള്ള പടങ്ങൾ, പിള്ളേരിനെ ഞാൻ ഉദ്ദേശിച്ചത് യങ്സ്റ്റേഴ്സിന്റെ പടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ വൈകുന്നേരമൊക്കെ അവിടെ ഇരിക്കുന്നത് ചിലപ്പോൾ ഒരു കമ്പനി കൂടാനൊക്കെ ഞാൻ
ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവർക്ക് പക്ഷേ വരണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. ഞാൻ വന്നതോടുകൂടി അവരുടെ ഫ്രീഡം എല്ലാം പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ അവർ അകറ്റി നിർത്തിയിരിക്കുകയാണ്, ചവിട്ടി അകറ്റിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത് എന്തായാലും അവർ ഓപ്പൺ അപ്പ് ആവില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന പോലെയാണ്. കുറച്ച് സമയം എടുക്കുക സിങ്കായി വരാൻ. അതോടൊപ്പം തന്നെ ആ സമയത്ത് ആ പോപ്പുലാരിറ്റിയെ നമ്മൾ സ്വയം വിലയിരുത്തുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആ സമയത്ത് എന്താണ് മനസ്സിൽ ആലോചിച്ചിരുന്നത്? സ്വന്തമായിട്ട് എന്താണ് ഇതിനെ കണ്ടിരുന്നത്? ഏതൊരു പെർസ്പെക്റ്റീവിലായിരുന്നു ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള ഡിസ്കഷൻസിനെ? ആക്ച്വലി അന്ന് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അന്ന് റിയലിസ്റ്റിക് സിനിമകളിൽ ഭയങ്കരമായിട്ട് വളരെ വലിയ രീതിയിൽ ഓഡിയൻസിനെ സ്വാധീനിക്കുകയും റിയലിസ്റ്റിക് സിനിമകളിൽ അഭിനയിക്കുന്ന ആൾക്കാർ മാത്രമാണ് യഥാർത്ഥ നടന്മാർ എന്ന് പറയുന്ന രീതിയിലുള്ള പല ചർച്ചകളും ഗ്രൂപ്പുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സോ കോൾഡ് കൊമേഴ്ഷ്യൽ സിനിമയുടെ അച്ചിൽ അതുപോലെ ഇട്ട് വാർത്തെടുത്ത മധുരരാജ പോലത്തെ ഒരു സിനിമയിൽ ഞാനൊരു വേഷം ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഞാൻ ഹ്യൂമർ ചെയ്തിട്ടില്ല അതുവരെ. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീൻ 2 സീൻ പരിപാടി പോലെ അല്ലല്ലോ. എൻ്റെ ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്. അത് വന്ന് ഈ പ്രശ്നത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ MLA സ്ഥാനം പോകുന്നതും പിന്നെ ആ കഥയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അത്രയും വലിയൊരു മമ്മൂട്ടി പടത്തിൽ ഒരു പോയിന്റ് തൊട്ട് ഒരു പോയിന്റ് വരെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിയ ക്യാരക്ടറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഹ്യൂമറാണ് ചെയ്തത്. ഇപ്പം വൈശാഖ് പറയുന്ന പോലെ വൈശാഖിന് ആ ആഗ്രഹമുള്ള മീറ്ററിൽ ഞാൻ പെർഫോം ചെയ്തു. എനിക്ക് തന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ ഇച്ചിരി ഓവറാണോ എന്ന് ചോദിക്കും. എടാ ഇതിനത് വേണം എന്ന് വൈശാഖ് പറയും. ഇതിനത് വേണം. ഞാനിപ്പം ഇത് ടർബോ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. നിങ്ങളുടെ അല്ല, അത് ഇതിന് വേറെ സാധനമാണ്. ഇങ്ങോട്ട് പൊരിച്ചാൽ കയറ്റിയിട്ടാണ് നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ ടോട്ടലി ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തൊരു വേഷമാണ്. അപ്പോൾ അതിനെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുകയോ മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെല്ലാം വേറൊരു സൈഡിൽ കിടക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു പടം വരും. ഇതിനെപ്പറ്റി ഒരു മനുഷ്യൻ മിണ്ടുന്നില്ല. ഒരു സീനിലും 2 സീനിലും വന്നു പോകുന്ന മറ്റേ റിയലിസ്റ്റിക് സിനിമയിലെ ആക്ടേഴ്സിനെ പറ്റി ഭയങ്കര സംസാരം നടക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും ലെങ്ത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിൽ തീരുമാനം ചെയ്തിട്ടില്ല. നോട്ടബിൾ ആയിരുന്നില്ലേ? നോട്ടബിൾ ആയിരുന്നു. പിന്നീട് ഞാൻ ഇതിൻ്റെ ഒരു സംഭവം റിയലൈസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, കുറേ കാലം കഴിഞ്ഞ് നമ്മൾ എവിടെ ചെന്നാലും ഈ നമ്മൾ ചെറുപ്പക്കാരല്ലാത്ത ഒരു ക്രൗഡ് ഉണ്ടല്ലോ, അവരൊക്കെ പ്രായമായ ഒരു 40 വയസ്സിന് മേളിലുള്ള ആൾക്കാർ, വീട്ടന്മാരെല്ലാം, ചേട്ടന്മാരെ മീൻസ് അച്ചായന്മാരെല്ലാം വന്നിട്ട് അറിയത്തില്ല നമ്മളെ മറ്റേ സണ്ണി ലിയോണിന്റെ കൂടെ വൈറ്റത്തിട്ട് വീഡിയോ ഒക്കെ തരും.